നല്ല ചൂട് സമയത്ത് നമ്മുടെ ശരീരം തണുക്കാനും അതുപോലെ തന്നെ എല്ലിനും സൗന്ദര്യത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അതും റാഗി വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റാഗി ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തി വെക്കാൻ. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നാട്ടിലധികം കാണുന്നില്ലെങ്കിലും കർണാടകയിലൊക്കെ നല്ല എന്താ പറയുക ചൂട് സമയത്ത് എപ്പോഴും കാണുന്ന കേട്ടോ. പി ജിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്തു. റാഗി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയെങ്കിലും തേങ്ങ വേണം. 1 കപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാലെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റാഗി മിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളതിനെ അതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നമ്മളൊരു 3-4 തവണ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഈ ചൂട് സമയത്ത് നമ്മുടെ ബോഡി എപ്പോഴും ഡീഹൈഡ്രേഷൻ അടിക്കാറില്ലേ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. മൂത്രത്തിൽ പഴുപ്പൊക്കെ വരുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ, കാരണം ബോഡി എപ്പോഴും തണുത്തിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരച്ചെടുക്കുക. അങ്ങനെ വെള്ളത്തിനൊരു കണക്കൊന്നുമില്ല, പച്ച വെള്ളം പോലെ വേണം ഇത് കിട്ടാനായിട്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു 4-5 തവണയായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ ഏറ്റവും അവസാനം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചിങ്ങനെ പച്ചവെള്ളം പോലെ നമ്മൾ സാധാരണ പാലൊക്കെ കുടിക്കില്ലേ അതേപോലെ. ഇനി മധുരത്തിന് നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ശർക്കര തന്നെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ നോർമൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ അത് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരനേക്കാളും ഇതാണ് ഹെൽത്തിന് നല്ലത് കേട്ടോ, അതുകൊണ്ടാണ് ശർക്കര എടുത്തില്ല. ഇത് നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചതിന് ശേഷം വീണ്ടും ഒരു 2 തവണയും കൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ റാഗിയുടെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ശരിക്കും ഒരു പാല് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ അരിപ്പേ കൂടെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിക്ക് ഇത് തണുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കുടിക്കാട്ടെ. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ചൂടിന് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചിലർക്ക് ഡൗട്ട് വരാം. അല്ലാതെ തന്നെ കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് ഹെൽത്തൊക്കെ നോക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.